പാർട്ടി തന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു ഭവന പദ്ധതി നടപ്പാക്കുക. നിശ്ചിത കാലയളവിൽ തന്നെ പദ്ധതി പൂർത്തീകരിക്കുക. 1ഉം 2ഉം വീടുകളല്ല, 260ഓളം വീടുകൾ. മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയാണ് രാഷ്ട്രീയ കക്ഷികൾക്ക് മാതൃകയായ ഈ പദ്ധതി നടപ്പാക്കിയത്. 100ഓളം വീടുകളുടെ പണി പൂർത്തീകരിച്ച് ഉപഭോക്താക്കൾക്ക് നൽകി കഴിഞ്ഞു. ബാക്കി വീടുകൾ 2 മാസത്തിനകം പൂർത്തിയാകും. വെറുതെ ഒന്ന് ഒരു പേരിന് വീടുണ്ടാക്കി കൊടുത്ത് ആ ഒരു കടമ വീട്ടുകയല്ല ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ പോയ സ്ഥലങ്ങളിലൊക്കെ തന്നെ വളരെ മനോഹരമായ രീതിയിൽ നല്ല ടൈൽസ് പതിച്ചുകൊണ്ട്, നല്ല ബാത്റൂം ഫിറ്റിംഗ്സ് പതിച്ചുകൊണ്ട്, അതുപോലെ തന്നെ മരങ്ങളുടെ കമനീയമായിട്ടുള്ള രീതിയിലുള്ള പണിയൊക്കെ നിർവഹിച്ചുകൊണ്ട് ഏറ്റവും നല്ല സുന്ദരമായിട്ട് തന്നെ ഈ വീട് നിർമ്മിച്ചു കൊടുക്കുവാൻ അതാത് പ്രദേശത്തെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരും അനുഭാവികളും ഒക്കെ തയ്യാറായിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും ഈ പദ്ധതിയിൽപ്പെട്ട ഒരു വീടെങ്കിലും കാണാം. എല്ലാ വീടുകൾക്കും ഒരേ രൂപം, 2 കിടപ്പുമുറികൾ, അടുക്കള, സിറ്റ് ഔട്ട്, ഒരു ചെറിയ കുടുംബത്തിന് സുഖമായി താമസിക്കാനുള്ള വീട്. എല്ലാ വീടിനും ഒരേ പേര്, ബൈത്തുർ റഹ്മ അഥവാ കാരുണ്യ ഭവനം. ഓരോ പഞ്ചായത്തിൽ നിന്നും അർഹരായവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ച് സൂക്ഷ്മ പരിശോധന നടത്തിയാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തത്. അതിൽ മത രാഷ്ട്രീയ പരിഗണനകളൊന്നുമില്ല. ഇതിന്റെ ഗുണഭോക്താക്കളെ ഞങ്ങൾ തെരഞ്ഞെടുത്തത് തികച്ചും അർഹരായ ആൾക്കാരാണ്. അവിടെയും വളരെ പ്രത്യേകത, ഈ ജാതിയോ മതമോ കക്ഷിയോ രാഷ്ട്രീയോ ഒന്നും നോക്കാൻ പാടില്ല. അർഹതപ്പെട്ട ആൾക്കാർ അത് ആരാണെങ്കിലും അവർക്ക് വീട് കൊടുത്തിരിക്കണം. അപേക്ഷകൾ കൂടുതൽ കിട്ടി. ആ അപേക്ഷകൾ സ്ക്രൂട്ടിനി ചെയ്യാൻ വേണ്ടി നമ്മൾ പഞ്ചായത്ത് തലത്തിൽ കമ്മിറ്റി ഉണ്ടായി. അവർക്ക് വലിയൊരു ബേർഡനായിരുന്നു ഈ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ആ തരത്തിൽ ഞങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ ഇതിന്റെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തു. അതിൽ ഏകദേശം ഒരു 13ഓളം അമുസ്ലിമീങ്ങൾ ഈ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കപ്പെട്ട പട്ടികയിലുണ്ട്. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സ്മാരകങ്ങളായാണ് ഈ വീടുകൾ നിർമ്മിച്ചത്. ജില്ലാ ലീഗ് കമ്മിറ്റിയുടെ ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ ആലോചനയിലാണ് ബൈത്തുർ റഹ്മ അഥവാ കാരുണ്യ ഭവനം എന്ന പേരിൽ ഈ നൂതന പദ്ധതി തുടങ്ങിയത്. ഒരു പഞ്ചായത്തിൽ ഒരു വീട് നിർമ്മിക്കാനായിരുന്നു ആദ്യ തീരുമാനം. ശിഹാബ് തങ്ങളുടെ സ്മാരകമായി ജില്ലയിലെ 100 പഞ്ചായത്തുകളിലായി 100 വീടുകൾ. ഉദാരമതികളിൽ നിന്ന് സംഭാവന സ്വീകരിച്ചും പാർട്ടി പ്രവർത്തകരുടെ വരുമാനത്തിൽ നിന്ന് ഒരു നിശ്ചിത തുക പിരിച്ചെടുത്തുമാണ് ഈ പദ്ധതിക്കുള്ള തുക കണ്ടെത്തിയത്. പ്രവർത്തനം തുടങ്ങിയതോടെ അഭൂതപൂർവമായ പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നുണ്ടായത്. പലരും ഈ നല്ല കാര്യത്തിന് സഹായവുമായി മുന്നോട്ട് വന്നു. ചില പ്രാദേശിക കമ്മിറ്റികൾ 1ഉം 2ഉം കടന്ന് 20 വീടുകൾ വരെ നിർമ്മിക്കാമെന്നായി. തിരൂർ BP അങ്ങാടി സഹീദ് ശിഹാബ് റിലീഫ് സെൽ 20 വീടുകളാണ് നിർമ്മിക്കുന്നത്. 3 വീട് താൽക്കാലികമായി കഴിഞ്ഞു. ഏതായാലും താമസിക്കാൻ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ചാവി കൊടുത്തു. ഇനിയിപ്പോൾ 5 വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പൈസ ഉള്ളവരടുത്ത് പോയിട്ട് കണ്ട് സംഗതി പറഞ്ഞിട്ട് വാങ്ങി ഞങ്ങൾ പരിപാടി ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 260 വീടുകളായി. ചില വീടുകളുടെ പണി പൂർണ്ണമായും പൂർത്തിയായിട്ടില്ല. നല്ലൊരു അത്ഭുതമായി. ആരും നിർമ്മിച്ചരാനോ ഇതിനൊരു വാഴല്ലാത്തരുതിലിരിക്കുന്നു. ഇപ്പോഴായത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അങ്ങനെ കൊടുത്താണ്. അപ്പോൾ ഇവരുടെ ഒരു പദ്ധതി ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വീട് ഇപ്പോൾ ആയത്. ഇല്ലെങ്കിൽ ഇപ്പോഴൊന്നും ആവില്ലായിരുന്നു. എന്തായാലും സന്തോഷമുണ്ട്. സ്വന്തമായിട്ട് ഒരു വീടുണ്ടാക്കാൻ ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ ചെറിയ നെടുമ്പരയിലായിട്ട് നിൽക്കുന്നു. പിന്നെ അങ്ങനെ അതാണ് കൂലിപ്പണി എടുത്തോട്ടെ ജീവിതം കഴിഞ്ഞിട്ട് അതിനിപ്പോ ഭാവിക്കായിട്ട് വന്നിട്ട് അവിടെ ഒരു വീടിന് അങ്ങനെ ഇല്ലാത്തൊരു സന്ദർഭത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. അതിക്കാണ് ഇപ്പൊ നമ്മളെ തങ്ങളെ പണ്ട് കൂടെ ശരിയായി കിട്ടിയത്. ഒപ്പം അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു വീടായി. ഈ വീടുകളിൽ പദ്ധതി ഒതുക്കാനല്ല സംഘാടകരുടെ തയ്യാറെടുപ്പ്. ഈ പദ്ധതി സംസ്ഥാന തലത്തിൽ വ്യാപിപ്പിക്കാനും മുസ്ലിം ലീഗ് ആലോചിക്കുന്നുണ്ട്. ഒരു പഞ്ചായത്തിൽ ഒരു വീടെങ്കിലും നൽകാനായാൽ പോലും 1000 ഭവനരഹിതർക്ക് കയറിക്കിടക്കാൻ ഒരു വീടാകും. അതൊരു വലിയ നേട്ടം തന്നെയാണ്. മറ്റു രാഷ്ട്രീയ പാർട്ടികളും ഈ മാതൃക പിൻപറ്റിയാൽ കയറിക്കിടക്കാൻ ഒരിടമില്ലാതെ റോഡരികിലും കടവരാന്തകളിലും കഴിയുന്ന പാവപ്പെട്ടവർക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാകുമത്.